Hi all. Next I will explain the topic interrupt handling in real-time operating system. അപ്പോൾ എന്താണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻട്രപ്റ്റിനെ RTOSൽ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്താണ് ഇൻട്രപ്റ്റ് എന്ന് നമുക്കറിയാം. ഇൻട്രപ്റ്റ് മീൻസ് നോർമൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആ എക്സിക്യൂഷൻ ബ്രേക്ക് ആവുന്ന ഒരവസ്ഥ. നോർമൽ എക്സിക്യൂഷനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് ഇൻട്രപ്റ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു ഇൻട്രപ്റ്റ് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISR ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. വെൻ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ് വി നീഡ് ടു എക്സിക്യൂട്ട് ദ കറസ്പോണ്ടിങ് ISR. ഓരോ ഇൻട്രപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ISR ഉണ്ട്, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഓക്കെ, ദെൻ ISR ഹാവ് ഹൈ പ്രയോറിറ്റി ഓവർ OS ഫംഗ്ഷൻ. അതായത് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അതിന് ഹയർ പ്രയോറിറ്റി ആണ് അതിന്. ബാക്കി ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസിനെക്കാളും അല്ലെങ്കിൽ ഏത് നോർമൽ ആപ്ലിക്കേഷനെക്കാളും ഹയർ പ്രയോറിറ്റി ISRനാണ്. ഇനി എങ്ങനെയാണ് RTOSൽ നമുക്ക് 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻട്രപ്റ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ 3 ടെക്നിക്സ് ഫോർ ഹാൻഡ്ലിങ് ഇൻട്രപ്റ്റ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഡയറക്റ്റ് കോൾ ടു ആൻ ISR ബൈ ആൻ ഇൻട്രപ്റ്റിംഗ് സോഴ്സ്. അതായത് ഡയറക്റ്റ് കോൾ ടു ആൻ ISRലേക്കുള്ള ഒരു ഡയറക്റ്റ് കോൾ എവിടെ നിന്നുള്ളത്, ഇൻട്രപ്റ്റിംഗ് സോഴ്സിൽ നിന്നുള്ള. ആരാണോ ഏത് സോഴ്സിൽ നിന്നാണോ ഇൻട്രപ്റ്റ് വരുന്നത് ആ സോഴ്സ് ഡയറക്റ്റ് ISRനെ കോൾ ചെയ്യുന്നു. ആൻഡ് ISR സെൻഡിങ് ആൻ ISR എൻ്റർ മെസ്സേജ്. അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതെന്ന് ഫിഗർ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മുടെ കയ്യിലൊരു ISRും ഉണ്ട്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നോർമൽ ഫങ്ഷൻസും ഉണ്ട്. 2 ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഈസ് റെപ്രസെൻറ്റിംഗ് ഫോർ ISR ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. സെക്കൻഡ് ബ്ലോക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ദെൻ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് 1 2 3 4 എന്നുള്ള നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ ഓരോന്നും എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ 1 വന്നപ്പോൾ ഇൻട്രപ്റ്റ് സോഴ്സ് I എന്നാണ് എഴുതിയേക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു ഇൻട്രപ്റ്റ് വന്നു ഫ്രം സം സോഴ്സ് I എന്നുള്ളൊരു സോഴ്സിൽ നിന്നും ഒരു ഇൻട്രപ്റ്റ് വന്നു. അതാണ് 1 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ ഉടനെ തന്നെ ആ ഇൻട്രപ്റ്റ് സോഴ്സ് തന്നെ ISRനെ കോൾ ചെയ്യും. ഇപ്പോൾ ഏത് ഇൻട്രപ്റ്റാണോ വന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISRനെ കോൾ ചെയ്യും. ദെൻ ISR എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില കേസിൽ മേ ബി പ്രൊഡ്യൂസിങ് സം മെസ്സേജ് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് സം ഇവൻറ്റ് മെസ്സേജ് ജനറേറ്റ് ചെയ്യാം. ഒരു മെസ്സേജ് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവൻറ്റ് മെസ്സേജ് ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ 2ഉം 3യും കാണിച്ചിരിക്കുന്നത് 2ൻ്റെ കേസിൽ ഒരു മെസ്സേജ് ജനറേറ്റ് ചെയ്താൽ നേരെ കൺട്രോൾ ഈസ് പാസ്ഡ് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ആ ഇവൻറ്റ് മെസ്സേജ് സ്റ്റോർ ചെയ്യും. ഇവൻറ്റ് ഓർ മെസ്സേജ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതാണ് 2ഉം 3യും OSലേക്കൊരു ലൈൻ ഡ്രോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഒരു ഇൻട്രപ്റ്റ് വന്നു. ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISR എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ISR എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേ ബി സം മെസ്സേജ് സേവ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ സം ഇവൻറ്റ് സേവ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അതാണ് 2ഉം 3യും ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അത് സ്റ്റോർഡ് ഇൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ക്യൂവിൽ ഇത് സ്റ്റോർ ചെയ്യുന്നു. അതാണ് കാണിച്ചേക്കുന്നത്. ദെൻ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ISR ഇപ്പോൾ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക. ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എത്തിക്കഴിഞ്ഞാൽ നേരെ കൺട്രോൾ ഈസ് പാസ്ഡ് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് 4 കൊണ്ട് ഉദ്ദേശിച്ചേക്കണേ. ഇപ്പോൾ 1 എന്ന് പറയുന്നത് ഒരു ഇൻട്രപ്റ്റ് വന്നു, ദെൻ ISR എക്സിക്യൂട്ട് ചെയ്തു. 2 മീൻസ് ഒരു സം മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ 3 മീൻസ് സം ഇവൻറ്റ് മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്തു. 4 മീൻസ് കംപ്ലീഷൻ ഓഫ് ISR കംപ്ലീറ്റ് ആയി. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് മെത്തേഡ്, RTOS ഫസ്റ്റ് ഇൻട്രപ്റ്റിംഗ് ഓൺ ആൻ ഇൻട്രപ്റ്റ്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോളിംഗ് ദ കറസ്പോണ്ടിങ് ISR. ഇതിൻ്റെ കേസിൽ ഇൻട്രപ്റ്റ് വരുന്നത് നേരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കാണ്.
മറ്റേത് ആദ്യത്തിൻ്റെ കേസിൽ നമുക്കൊരു ഇൻട്രപ്റ്റ് സോഴ്സിൽ നിന്ന് വന്നു. ആ സോഴ്സ് തന്നെയാണ് ISRനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ ഒരു ഇൻട്രപ്റ്റ് വന്ന് നേരെ അത് ട്രാൻസ്ഫർ ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഇതിനകത്ത് 1 എന്നുള്ള നമ്പർ ആ ഫിഗറിൽ നോക്കുക. 1 എന്നുള്ള നമ്പറിനകത്ത് ഇൻട്രപ്റ്റ് സോഴ്സ് I ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു സോഴ്സ് Iയിൽ നിന്ന് നമുക്കൊരു ഇൻട്രപ്റ്റ് വന്നു, അതാണ് 1 കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് മൂവ് ടു ദി, അല്ലെങ്കിൽ അത് ഇൻഫോം ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ ചെയ്യണേ? സേവ് ദി കറസ്പോണ്ടിങ് കണ്ടൻ്റ് അല്ല, കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ ഏതാണോ അതിൻ്റെ സ്റ്റേറ്റ്, ഇപ്പോൾ എവിടെയാണോ എന്തൊക്കെ കാര്യങ്ങളാണോ സേവ് ചെയ്യേണ്ടത് ആ ഇൻഫർമേഷൻസ് എല്ലാം സേവ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. ദെൻ മൂന്നാമത്തെ കോൾ ISR. അപ്പോൾ കറസ്പോണ്ടിങ് ISRനെ കോൾ ചെയ്തു. ഫസ്റ്റ് ഇൻട്രപ്റ്റ് വന്നു. ഇൻട്രപ്റ്റ് വന്നാൽ ഇൻഫോംഡ് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതാണ് 1. ദെൻ സെക്കൻഡ് മീൻസ് സേവ് ദ കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ നിലവിലുള്ള സ്റ്റേറ്റുകൾ സേവ് ചെയ്യുക. ദെൻ 3 മീൻസ് കോൾ ISR, കറസ്പോണ്ടിങ് ISR കോൾ ചെയ്യുക. ദെൻ ISR എക്സിക്യൂട്ട് ചെയ്യുവാണ്. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സം മെസ്സേജസ് അല്ലെങ്കിൽ ഇവൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ 4 മീൻസ് പ്രൊഡ്യൂസിങ് ഇവൻറ്റ്. ഇപ്പോൾ ഒരു ഇവൻറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നേരെ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെസ്സേജ് ക്യൂവിലേക്കാണത് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ആഫ്റ്റർ എക്സിക്യൂട്ടിങ് 5 അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ലൈൻ റിട്ടേൺ കഴിഞ്ഞിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആയിട്ടാണ്. അതായത് ഇവിടെ നമ്മൾ 5 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 5 റിട്ടേൺ ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം, അതായത് കംപ്ലീഷൻ ഓഫ് ദി ISR കൺട്രോൾ ഈസ് പാസ്ഡ് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് കൺട്രോൾ വരും. ഇതാണ് സെക്കൻഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം. നെക്സ്റ്റ് തേർഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം, ദാറ്റ് മീൻസ് RTO is first interrupting on an interrupt, then RTO is initiating ISR and then ISR. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 2 ലെവലായിട്ടാണ് കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത്. അതിൽ 2 ലെവൽ RTOs ക്യാൻ പ്രൊവൈഡ് 2 ലെവൽസ് ഓഫ് ISR. അതിൽ 2 ലെവൽ ഓഫ് ISR ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫാസ്റ്റ് ലെവൽ ISR ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ലോ ലെവൽ ISR. അതിൽ ഫാസ്റ്റ് ലെവൽ ISR എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു പേരാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് ISR. ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ISR പെർഫോം ചെയ്യണമെങ്കിൽ സം ഡേറ്റ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എങ്കിൽ അത് നമ്മൾ ഫാസ്റ്റ് ലെവൽ ISR കൊണ്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റാസ് കിട്ടാനായിരിക്കും നമുക്ക് റീഡ് ചെയ്തെടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അത് നമ്മൾ ഫാസ്റ്റായിട്ടുള്ള ഒരു ISR വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ആ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യാനുള്ളൂ. അവിടെ ഇപ്പോൾ ഫാസ്റ്റ് ലെവൽ ISR വേണമെന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ സ്ലോ ലെവൽ ISR യൂസ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇപ്പം നമുക്കൊരു ഇൻപുട്ട്, നമുക്കിപ്പോൾ കീബോർഡിൽ നിന്ന് ഒരു ഡേറ്റ റീഡ് ചെയ്യാനാണ് എങ്കിൽ അതൊരു ഹാർഡ്വെയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡേറ്റ റീഡ് ചെയ്യുവാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഫാസ്റ്റ് ലെവൽ ISR യൂസ് ചെയ്യുന്നു. ദെൻ ആ റീഡ് ചെയ്ത ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്തു. ആ ഡേറ്റ വെച്ചിട്ട് നമ്മളിനി കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുവാണെങ്കിൽ അവിടെ കുറച്ച് സ്ലോ ലെവൽ ISR മതി. ഓക്കെ, അപ്പം ഈ ഹാർഡ്വെയർ ഡിവൈസിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്തെടുക്കാനാണ് നമുക്ക് എന്ത് വേണ്ടത്? കൂടുതൽ ടൈം വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ഫാസ്റ്റ് ലെവൽ ISR യൂസ് ചെയ്യുന്നു. ദെൻ കമ്പ്യൂട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലോ ലെവൽ ISR യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 2 ലെവൽ ഓഫ് ISR യൂസ് ചെയ്തിട്ടാണ് ഈ തേർഡ് മെത്തേഡ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ഇൻട്രപ്റ്റ് ലേറ്റൻസി. ഇപ്പോൾ ഇൻട്രപ്റ്റിൻ്റെ ലേറ്റൻസി റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡിനകത്തിൻ്റെ വേറൊരു പേരാണ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ISR, അല്ലെങ്കിൽ അതിന് പറയുന്ന ചില കോണ്ടെക്സ്റ്റിൽ അതിനെ ഇൻട്രപ്റ്റ് സർവീസ് ത്രെഡ് IST എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഈ തേർഡ് ലെവൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 ബ്ലോക്സ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് ISR, സെക്കൻഡ് ബ്ലോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് തേർഡ് ബ്ലോക്ക് ഈസ് IST, ഇൻട്രപ്റ്റ് സർവീസ് ത്രെഡ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നോക്കാം. അതിൽ 1, 2, 3 മുതൽ 1 to 8 ലൈൻസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 1 മീൻസ് ഇൻട്രപ്റ്റ് സോഴ്സ് I. ഒരു ഇൻട്രപ്റ്റ് വന്നു. നമ്മൾ പ്രീവിയസ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻട്രപ്റ്റ് വന്നാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇൻഫോം ചെയ്തു. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം സേവ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെല്ലാം സേവ് ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. മൂന്നാമത്തെ പോയിൻറ്റ്
ISRനെ കോൾ ചെയ്യുന്നു. കോളിംഗ് ISR എന്നാണ് ആരോ മാർക്ക്. ഇവിടുന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് പോയി ISRലേക്ക് കോളിംഗ് വന്നു. ദെൻ ISR എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്, ഇവിടെ ഈ ആരോ മാർക്കിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മൾ 3rd പോയിൻറ്റ് ഇവിടെ നിന്നാണ് ഡ്രോ ചെയ്തേക്കുന്നത്. കോളിംഗ് ISR വന്നു. നെക്സ്റ്റ് ഒരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഇവൻറ്റ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അറിയിക്കുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് 4 എണ്ണവും നമുക്ക് എന്ത് തന്നെയാണ്, ഫസ്റ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രീവിയസ് മെത്തേഡിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് ഒരു ഇൻട്രപ്റ്റ് വന്നു, ദെൻ ആ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയിക്കുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം സേവ് ചെയ്ത് വെക്കുന്നു. 3rd ISRനെ കോൾ ചെയ്യുന്നു. ISR എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഇവൻറ്റ് മെസ്സേജ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ എപ്പോഴാണോ ISR കംപ്ലീറ്റ് ആവുന്നത് അന്നേരം റിട്ടേൺ ബാക്ക് ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുന്നു. ഇനി 6ാമത്തെ സ്റ്റെപ്പ് മുതലാണ് ഇവിടുത്തെ പുതിയത്. അതായത് IST എക്സിക്യൂട്ട് ചെയ്യാൻ എന്താണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ 6ാമത്തെ സ്റ്റെപ്പിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൾ IST എന്നാണ്. ISTയെ കോൾ ചെയ്യുന്നു. ദെൻ 7ാമത്തെ സ്റ്റെപ്പിനകത്ത് റിട്ടേൺ ടു OS ആണ്. അതായത് IST കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിട്ടേൺ ടു ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാ പ്രോസസ്സ് കഴിഞ്ഞു. അതായത് ഫസ്റ്റ് നമ്മൾ ISR വെച്ച് എക്സിക്യൂട്ട് ചെയ്തു. ദെൻ ഇത് നമ്മൾ ഹാർഡ്വെയർ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അതായത് ഹാർഡ്വെയറിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോർഷൻ യൂസ് ചെയ്തു. ദെൻ കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IST യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. 2 ലെവലായിട്ടാണ് നമ്മൾ ഈ 3rd മെത്തേഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഒരു ലെവലെന്ന് വെച്ചാൽ ISR നോർമൽ ഇത് തന്നെ. 2ാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ IST യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻസ് പെർഫോം ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ 2 സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്തു. ഒന്ന് കോൾ IST, ദെൻ ആ IST എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ടു OS. റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ 8ാമത്തെ സ്റ്റെപ്പായിട്ട് എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്ത് വയ്ക്കും, റിട്രീവ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് 3 മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിംഗ് ഇൻട്രപ്റ്റ്സ് ഇൻ RTOS. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.